വോട്ടെടുപ്പിന് ശേഷം പയ്യന്നൂരിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ താലൂക്കിൽ ADM വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗം നടന്നു. ADMന്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, DYSP, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്ഥാനാർത്ഥി ഒക്കെയും ഈ യോഗത്തിൽ പങ്കുചേർന്നു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 19 കേസുകൾ ഇതുവരെയുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് DYSP ഈ യോഗത്തിൽ വ്യക്തമാക്കി. LDFന്റെ പ്രതിനിധിയും അതുപോലെ UDFന്റെ പ്രതിനിധിയും അക്രമ സംഭവങ്ങൾ ഇനി പയ്യന്നൂരിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പട്രോളിംഗ് ഇനി ഉണ്ടാകുമെന്നും അത്തരത്തിൽ ഇനി ആർക്കെങ്കിലും പോലീസ് സുരക്ഷ ആവശ്യമുണ്ടെങ്കിൽ അതും നടത്താം. കൃത്യമായ രീതിയിൽ തന്നെ ഇനി കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ 2 കക്ഷികളിൽ നിന്നും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ജാഗ്രതയും ഉണ്ടായിരിക്കണം. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വ്യക്തിഹത്യ നടത്താതെയും മറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രത തന്നെ പുലർത്തേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രത പുലർത്താനും താഴെ തട്ടിലുള്ള അണികളിലേക്ക് പോലും എത്തിക്കുവാനും സാധിക്കണമെന്ന് ആയിരുന്നു യോഗം കൃത്യമായി മുന്നോട്ട് വെച്ചത്. നിരീക്ഷകന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ച് സ്കൂട്ടി നടത്തിയല്ലോ, അതുണ്ടോ? ഇല്ലാത്തൊരു കാര്യം LDF അങ്ങനെ ചെയ്തു എന്നുള്ള പ്രസ്താവന നടത്താൻ പറ്റില്ല. അങ്ങനെ സ്കൂട്ടിയിൽ അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറികൾ പരിശോധിച്ച് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ? UDFന്റെ ഏജന്റുമാരുടെ പരാതികൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അത് വിശദീകരിക്കാതെ ഇതുപോലെ യോഗത്തിൽ ഒരു മുന്നണിയെ കുറ്റപ്പെടുത്തുമ്പോൾ തിരിച്ചു കുറ്റപ്പെടുത്തുന്നു. ഞാൻ ഇപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അതല്ല ഉദ്ദേശിക്കുന്നില്ല. കൊണ്ടാണ് അതിലേക്ക് പോകും. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് പ്രകോപനം അവിടെ ഉണ്ടായത്? അക്രമം സംഘടിപ്പിക്കാൻ എന്ത് പ്രകോപനം ഉണ്ടായത്? തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകുന്നേരം ആക്രമണങ്ങൾ സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ളതാണ്. ഇത്തവണ അത് കുറവാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാത്രി വീടാക്രമിക്കാനും കാറാക്രമിക്കാനും വസ്തുവകകൾ നശിപ്പിക്കാനും എന്ത് പ്രകോപനമാണ് പയ്യന്നൂരുണ്ടായത്? പരാതി കൊടുത്ത് പോലീസ് എടുക്കേണ്ട നടപടികൾ നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഭാഗത്തുണ്ടാവും. പൊളിറ്റിക്കൽ പാർട്ടീസ് പോലീസ് എടുക്കേണ്ട നടപടികളിലെ ലെവലിൽ കാര്യങ്ങൾ പോലെ എന്ത് പരാതിയും പോലീസിനോട് കാര്യങ്ങൾ പോലീസ് സമോട്ട് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും. ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ഞാൻ ഉറപ്പുവരികയാണ്. എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ സമാപന സമയത്ത് പൊട്ടിക്കലാശത്തിന്റെ സമയത്ത് 2 ടീമും കൊണ്ടുപോയി വ്യത്യസ്ത സ്ഥാപനങ്ങൾ 2 പേരും ഉയർത്തുന്നു. നമ്മൾ ഈ തീരുമാനങ്ങൾ എടുത്തു പോയി അത് കാറ്റിൽ കൊണ്ടുപോയി ചെയ്യുന്ന കാര്യം അത് ശരിയാവില്ല.